വികസന പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കും പ്രാധാന്യം നൽകി പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരണം വൈസ് പ്രസിഡന്റ് ആശിഷ് മാങ്കൂട്ടത്തിൽ നിർവഹിച്ചു. കാർഷികം, ടൂറിസം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന വികസന പദ്ധതികളാണ് ബഡ്ജറ്റിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ആശിഷ് മാങ്കൂട്ടത്തിൽ അവതരിപ്പിച്ചു. കൃഷിയും ഗ്രാമീണ ടൂറിസവും ചേർന്ന് നിൽക്കുന്ന നമ്മുടെ സുന്ദരമായ ഈ ഗ്രാമത്തെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കാനുള്ള ഒരു മാർഗരേഖയാണ് ഈ ബജറ്റിൽ നാം വിഭാവനം ചെയ്തത്. ഈ ബജറ്റ് ഓണപ്പൂ, ചെറുനിലം, കാറ്റുപാടം തുടങ്ങിയ പാടശേഖരങ്ങളുടെ പൂർണ്ണമായ കൃഷിയോഗ്യമാക്കാനും പച്ചക്കറി ഉൽപ്പാദന സ്വയം പര്യാപ്തത നേടാനും ലക്ഷ്യമിടുന്നു. ഗ്രാമീണ റോഡുകളുടെ നവീകരണം, തെരുവുവിളക്കുകളുടെ പരിപാലനം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനവും നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുടെ ഒന്നാണ്. വയോജനങ്ങൾക്കുള്ള പദ്ധതികൾ, ഭിന്നശേഷിക്കാർക്കുള്ള ക്ഷേമ പദ്ധതികൾ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ബജറ്റിന്റെ കാതലാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല ബാബു അധ്യക്ഷത വഹിച്ചു. ഈ 2026-27 സാമ്പത്തിക വർഷത്തിലെ ബജറ്റിൽ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് റോഡുകളുടെയും അതുപോലെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, റോഡുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുക, കുട്ടികളുടെ അവരുടെ വികസനത്തിന് വേണ്ടി, അവരുടെ മാനസികമായ വികസനത്തിന് വേണ്ടി, ശാരീരികമായ വികസനത്തിന് വേണ്ടി എല്ലാ ICTs വഴി ഞങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ആശുപത്രിയിൽ കുറഞ്ഞ ചെലവിൽ നല്ല ചികിത്സ കിട്ടാൻ PHC കാര്യപ്രാപ്തിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ വാർഡിൻ്റെ എല്ലാ വാർഡിലും ഒരുപോലെ കണ്ടുകൊണ്ട്, 15 വാർഡ് ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാ വാർഡിലെ റോഡുകൾ നല്ല രീതിയിൽ വികസിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ ഹരിത പഞ്ചായത്താക്കി മാറ്റുവാനുള്ള പദ്ധതികൾ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ വെച്ചിട്ടുണ്ട്. കൃഷി മേഖല എടുക്കുകയാണെങ്കിൽ വളരെ നല്ല പദ്ധതികൾ, കൃഷിയെ ആസ്പദമാക്കി ഒത്തിരിയേറെ കർഷകരെ സഹായിക്കുന്ന നല്ല നല്ല പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയും കുട്ടികളുടെ നൈപുണ്യ വർധനവ്, അവർക്ക് ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും അതിനോടനുബന്ധിച്ച് കിട്ടുന്ന കാര്യങ്ങൾക്ക് പ്രതിഫലമായിട്ട് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാനുള്ള എല്ലാ പദ്ധതികളും ഉൾപ്പെടുത്തിയ ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റായിട്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ആകെ 2,65,00,000-ലധികം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റിൽ ആകെ വരവ് 2,73,00,000-ലധികം രൂപയും നീക്കിയിരിപ്പ് 87,00,000-ലധികം രൂപയുമാണ്. കാർഷിക മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റിൽ റോഡുകളുടെ നവീകരണം, തെരുവ് വിളക്കുകളുടെ പരിപാലനം തുടങ്ങിയ അടിസ്ഥാന സൗകര്യവും, വയോജനങ്ങൾക്കുള്ള പദ്ധതികൾ, ഭിന്നശേഷിക്കാർക്കുള്ള ക്ഷേമ പദ്ധതികൾ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ നവീകരണം, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി എല്ലാ വാർഡുകളിലും ആധുനിക മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക എന്നതും ഈ ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നു. പഞ്ചായത്ത് സെക്രട്ടറി രഞ്ജിത്ത് VG, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്യാമള പ്രസാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമോൾ ജോയ്, ആരോഗ്യവകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൻസു പൗലോസ്, രാജൻ MC, രമ സുരേഷ്, ഷീനാമോൾ MP, അല്ലി ദിനേശ്, അനുമോൾ KP, CB രാജീവ്, സിൻസി പൗലോസ്, അനന്തപത്മനാഭൻ, ആതിര M അജിത് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ഇതിന്റെ ആമുഖത്തിൽ കാണിച്ചിരിക്കുന്ന ഓരോ വരവും ഓരോ ചെലവും ഏത് രീതിയിലാണ്, വരവെങ്ങനെയാണ്, ചെലവെങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ ഈ ഡിസ്ക്രിപ്റ്റീവായിട്ട് തന്നിട്ടുള്ള ഉള്ളടക്കത്തിൻ്റെ ബാക്കിലുള്ള പേജുകളിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയാൽ, ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കിയാൽ ആ സംശയം നിങ്ങൾക്ക് ഒഴിവാകും. എങ്ങനെയാണ് പൈസ വരുന്നത്, എങ്ങനെയാണ് പൈസ പോകുന്നതെന്ന് കൃത്യമായിട്ട് പിടുത്തം കിട്ടും. ന്യൂസ് ബ്യൂറോ, പിറവം. ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് ഗംഭീര ഓഫറാണ് സോൾട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ദ സോൾട്ട് ഫാഷന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.